നമസ്കാരം. ഹരിശ്രീ അക്കാഡമിയുടെ ഓൺലൈൻ വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിലെ 2ാമത്തെ എക്സസൈസിലെ 2ാമത്തെ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 26 സെൻറ്റിമീറ്റർ ആണ്. ഈ ചതുരത്തിൻ്റെ നീളം 2 മടങ്ങും വീതി 3 മടങ്ങുമായി മറ്റൊരു ചതുരം വരച്ചപ്പോൾ ചുറ്റളവ് 62 സെൻറ്റിമീറ്റർ ആയി. ആദ്യത്തെ ചതുരത്തിൻ്റെ നീളവും വീതിയും എത്രയാണ്? അപ്പോൾ ആൻസർ നമുക്കിവിടെ 2 ചതുരമുണ്ട്. ഒരു ചതുരം, രണ്ടാമത്തെ ചതുരം. രണ്ടാമത്തെ ചതുരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ ചതുരത്തിൻ്റെ നീളത്തിൻ്റെ 2 മടങ്ങും വീതിയുടെ 3 മടങ്ങുമുണ്ട്. അപ്പോൾ ആദ്യത്തെ ചതുരത്തിൻ്റെ നീളത്തെ എക്സ് ആയിട്ടും വീതി വൈ ആയിട്ടും നമുക്ക് എടുക്കാം. രണ്ടാമത്തെ ചതുരത്തിൻ്റെ നീളത്തെ 2x, നീളത്തിൻ്റെ 2 മടങ്ങെന്നാണ് മതി. അപ്പോൾ 2x, ഇവിടെ 3y. ഓക്കെ, ഇനി ഒന്നാമത്തെ ചതുരത്തിൻ്റെ ചുറ്റളവ് വെച്ചിട്ട് നമുക്ക് മാത്സ് പ്രോബ്ലം മുന്നോട്ട് കൊണ്ടുപോകാം. ഒന്നാം ചതുരം. ഒന്നാം ചതുരത്തിൻ്റെ കേസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 2 ഇൻറ്റു ചുറ്റളവ് എങ്ങനെ കണ്ടുപിടിക്കുക? 2 ഇൻറ്റു നീളം പ്ലസ് വീതി. ഇപ്പോൾ 2 ഇൻറ്റു നീളം പ്ലസ് വീതി എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 26 തന്നിട്ടുണ്ട്. 26. അങ്ങനെ 2 നീളം പ്ലസ് വീതി 26 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു നീളം പ്ലസ് വീതി അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ മാത്രം എത്രയാണ്? ഈ 2നെ അപ്പുറം കൊണ്ടുപോവുക, അല്ലെങ്കിൽ 2 നേരെ പകുതി അല്ലേ? അപ്പോൾ 2നെ അപ്പുറത്ത് കൊണ്ടുപോവുക, വിളിച്ചിരിക്കുന്ന 2 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഹരിക്കണം. അപ്പോൾ ഇത് 2 ഇരട്ട സംഖ്യയാണ്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് വെട്ടിക്രിയയാണ്. അപ്പോൾ 2നെ എത്ര കൊണ്ട് വെട്ടി? 2 കൊണ്ട് വെട്ടി 1, ഒരു 2. അടുത്ത 26, ഇവിടെയും 2നെ 1, 6നെ 3, 13 എന്ന് കിട്ടി നമുക്കിവിടെ അല്ലേ? ആൻസർ 13. ദെൻ എക്സ് പ്ലസ് വൈ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 13. എക്സ് പ്ലസ് വൈ സമം 13. ഇതിൽ നമുക്ക് വൈ വാല്യൂ കണ്ടുപിടിച്ച് വയ്ക്കാം. വൈ ഈസ് ഈക്വൽ ടു 13 മൈനസ് എക്സ് അല്ലേ? എക്സും വൈയും കൂടെ ചേരുമ്പോൾ 13. അപ്പോൾ വൈ മാത്രം എത്രയായിരിക്കും? 13. ആര് പോവുക? എക്സ് പോവുക, അല്ലെങ്കിൽ എക്സ് കുറയ്ക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ചതുരത്തിൻ്റെ കാര്യം നോക്കാം. രണ്ടാം ചതുരം. ഹെഡിങ് കൊടുക്കുക. രണ്ടാം ചതുരത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 2 നീളം പ്ലസ് 2 വീതി. 2 നീളവും 3 വീതിയും കൂടെ ചേരുമ്പോൾ അതെന്തായി? 62 ആയി. അതായത് ആദ്യത്തെ ചതുരത്തിൻ്റെ 2 മടങ്ങ് നീളവും 3 മടങ്ങ് വീതി അല്ലേ? ഇതൊക്കെ ചേരുമ്പോൾ അത് 62 ആയി, അല്ലെങ്കിൽ ചുറ്റളവാണല്ലേ? സോ അതിൻ്റെ 2 മടങ്ങ്, 2 ഇൻറ്റു നീളം പ്ലസ് വീതി എത്ര? 62. അങ്ങനെയാണെങ്കിൽ ഒരു നീളം പ്ലസ് വീതി എത്രയാണ്? 62ൻ്റെ നേരെ പകുതി അല്ലേ? 62ൻ്റെ പകുതി എത്രയാണ്? 31. അതിൻ്റെ മാക്സ് എങ്ങനെയാണ്? ഇതാ ഇങ്ങനെയാണ്. വെട്ടിക്രിയ ചെയ്യുക. 2നെ വെട്ടി എത്ര? 1. 6നെ വെട്ടി 3, 1, അതായത് 31. അപ്പോൾ 2x പ്ലസ് 3y 31. നമുക്ക് എത്രാമത്തെ സമവാക്യം കിട്ടി? രണ്ടാമത്തെ സമവാക്യം കിട്ടി. ഇനി നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ച y വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഏതാണ്? y is equal to 13 മൈനസ് എക്സ്. സോ 2x അതുപോലെ എഴുതുക, പ്ലസ് 3 ഇൻറ്റു ഏത്? 13 മൈനസ് എക്സ്, ബ്രാക്കറ്റ് ക്ലോസ്, ഇസ് ഈക്വൽ ടു എത്ര? 31. സോ അടുത്ത സ്റ്റെപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 2x പ്ലസ് 3 ഇൻറ്റു 13. 3 ഇൻറ്റു 13 എത്രയാണ്? 39 മൈനസ് 3 ഇൻറ്റു എക്സ് 3x ഈസ് ഈക്വൽ ടു 31.
ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സ്റ്റെപ്പാണ് ചെയ്തേക്കുന്നത്. അതായത് 3 കൊണ്ട് 2 പേരെയും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഓക്കെ, അത് കൊള്ളാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എക്സ് ഉള്ളതിനെല്ലാം ഒരു സൈഡിലും എക്സ് ഇല്ലാത്തതിനെ എല്ലാത്തിനും രണ്ടാമത്തെ സൈഡിൽ, അക്ഷരങ്ങളുള്ളതിനെ ഒരു സൈഡിൽ, വേരിയബിൾസ് ഉള്ളത് ഒരു സൈഡിൽ, കോൺസ്റ്റൻസ് എല്ലാം മറു സൈഡിൽ. അപ്പോൾ നമുക്ക് LHSലോട്ട് മാറ്റാം, ഇടതുവശത്തിൻ്റെ വാക്കിലോട്ട് മാറ്റാം. അപ്പോൾ 2x മൈനസ് 3x അല്ലേ, 2x 3x ഇവിടെ നിൽക്കും, ഈസ് ഈക്വൽ ടു അപ്പുറത്തെ വശത്തേക്ക് ആരെ 39 അപ്പുറത്തും കൊണ്ടുപോകുക. അപ്പോൾ 39. ക്ലിയർ? ഇനി നമുക്കിതിൻ്റെ പ്രോബ്ലം ബാക്കി ചെയ്യണം. 2x മൈനസ് 3x, 2x 3x കുറച്ചാൽ നെഗറ്റീവ്, രണ്ട് ഡിഫറൻറ്റ് സൈനാണ്. ഡിഫറൻറ്റ് സൈൻ ആകുമ്പോൾ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് ബിഗ്ഗസ്റ്റ് വണ്ട സൈൻ, വ്യത്യസ്ത ചിഹ്നമാകുമ്പോൾ വ്യത്യാസം കണ്ടുപിടിച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം. ഇത് നമ്മളുടെ വ്യത്യാസം എത്രയാണ്? 2, 3 തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരു എക്സിൻ്റെ കൂടുതൽ അല്ലേ, ഒരു എക്സിൻ്റെ കൂടുതൽ. അപ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത് OX ആണ്, വലുതിൻ്റെ ചിഹ്നം മൈനസ് ആണ്. ഇവിടെയും ഡിഫറൻറ്റ് സൈൻ, വ്യത്യസ്ത ചിഹ്നമാണ്, വ്യത്യാസം കാണുക വലുതിൻ്റെ ചിഹ്നം. 31 39 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 31നേക്കാൾ 8 കൂടുതലാണ് 39. അപ്പോൾ 8 വ്യത്യാസം, വലുതിൻ്റെ ചിഹ്നം -1. ഇതെങ്ങനെ ചെയ്ത് നോക്കിയാൽ കിട്ടും? 39 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 8 കിട്ടും. എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ -x. ഓക്കെ, അപ്പോൾ -x സമം -8. അപ്പോൾ x ആണെങ്കിലോ -x -8 ആണെങ്കിൽ x സമം എത്രയായിരിക്കും? +8 ആയിരിക്കും. ഈ -2 ക്യാൻസലായി എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ എക്സിൻ്റെ വില എന്ത് കിട്ടി? 8 എന്ന് കിട്ടി. ആദ്യത്തെ ചതുരത്തിൻ്റെ നീളം 8, നീളം 8 ആണെങ്കിൽ വീതി എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്? y = എത്രയാണ്? y = 13 - x. സോ y = 13 - x. സോ = 13 - 8. 13ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം എത്രേൻ്റെ വ്യത്യാസമാണ്? 13ഉം 8ഉം തമ്മിൽ 5 സംഖ്യയുടെ വ്യത്യാസമാണ് ഉള്ളത് അല്ലേ. 8 2 10, 10 3 10. അപ്പോൾ ടോട്ടൽ 5 സംഖ്യയുടെ വ്യത്യാസം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് നോക്കുക. 13 - 8, 13 - 8 കുറച്ച് നോക്കുക, എന്ത് കിട്ടും? ഇതേപോലെ 5 തന്നെ നമുക്കിവിടെ കിട്ടും. സോ വൈയുടെ വില 5 എന്ന് കിട്ടി. ക്ലിയർ? അപ്പോൾ നീളം, ആദ്യത്തെ ചതുരത്തിൻ്റെ നീളം സമം എത്ര? 8, വീതി സമം 5. ഇത്രയാണ് സെക്കൻഡ് പ്രോബ്ലം. സെൻറ്റിമീറ്റർ അല്ലേ, യൂണിറ്റും കൂടെ എഴുതണം. ഓക്കെ, സെൻറ്റിമീറ്ററിലല്ലേ പറഞ്ഞിരിക്കുന്നത്? അതെ. സോ യൂണിറ്റ് ഇവിടെ മസ്റ്റാണ്, യൂണിറ്റ് എഴുതുക.